ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് ചെറുതോണി ആലിൻചുവട് ഭാഗത്ത് പുതുതായി ആരംഭിക്കുന്ന ഇറിഗേഷൻ മ്യൂസിയം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ചെറുതോണി അതിഥി മന്ദിരത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയുടെ സമഗ്ര വികസനത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയുടെ സമഗ്ര വികസനത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആലിൻചുവട് ഭാഗത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചും ഇതിനാവശ്യമായ സ്ഥല സൗകര്യങ്ങളെക്കുറിച്ചും വിവിധ വകുപ്പുകൾ യോഗത്തിൽ വിശദീകരിച്ചു. DTPCയുടെ സ്ഥലത്താണ് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തെ ഭൂപ്രകൃതിക്കനുസരിച്ച് വിവിധ തട്ടുകളായി ക്രമീകരിച്ച നിർമ്മാണം നടത്തുന്നതാണ് ഉചിതമെന്നും പദ്ധതികൾക്ക് ആവശ്യമായ സ്ഥലം വിട്ടുനൽകുന്നതിനുള്ള സർവേ അടിയന്തര സ്വഭാവത്തോടെ ഈ മാസം 30-നുള്ളിൽ പൂർത്തീകരിക്കേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. ഇറിഗേഷൻ മ്യൂസിയം എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമാണ്. ഇറിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനകരമാക്കത്തക്ക വിധത്തിലും എന്നാൽ പൊതുജനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാകുന്ന രീതിയിലും ഒരു മ്യൂസിയം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായി പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ എൻ്റർടൈൻമെൻറ്റ് യൂണിറ്റും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി യൂണിറ്റും എല്ലാം അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാവും. 25 ഏക്കർ സ്ഥലമാണ് അതിനുവേണ്ടി ആവശ്യപ്പെട്ടത്. ലഭ്യമായതും 25 ഏക്കർ സ്ഥലമാണ്. പിന്നീട് അനുബന്ധമായിട്ടാണ് ഇടുക്കിയിൽ തന്നെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ, സാംസ്കാരിക മ്യൂസിയം, മിനി ഫുഡ് പാർക്ക്, അപ്പം അതും ഇതിനോടനുബന്ധമായി തന്നെ ഒരുമിച്ച് ചെയ്യാൻ കഴിയത്തക്ക നിലയിലൊരു പദ്ധതിക്കാണ് രൂപം നൽകുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ CMD അതിൻ്റെ ടോട്ടൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അനുമതി നൽകി കഴിഞ്ഞു. ജലവിഭവ വകുപ്പ് പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 26 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വിവിധ വകുപ്പുകൾ നൽകുന്ന രൂപരേഖകൾക്ക് അനുസൃതമായി അതാത് വകുപ്പുകൾ തുക അനുവദിക്കും. ജില്ലാ ആസ്ഥാനത്തെ ടൂറിസം ലക്ഷ്യമാക്കി ജലവിഭവ വകുപ്പ് നടപ്പാക്കുന്ന ജലസേചന രീതികൾ, വിവിധ ഡാമുകളുടെ മാതൃകകൾ, ഇറിഗേഷൻ റിസർച്ച് സെന്റർ, വിജ്ഞാന കേന്ദ്രം, വ്യാവസായിക പരിശീലന കേന്ദ്രം, സെമിനാറുകൾ നടത്തുന്നതിനുള്ള ഹാളുകൾ തുടങ്ങിയവയാണ് ഇറിഗേഷൻ മ്യൂസിയത്തിൽ ഉൾപ്പെടുക. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റാണ് പ്രോജക്ട് തയ്യാറാക്കുക. യോഗത്തിൽ ഇടുക്കി തഹസിൽദാർ ഡിക്സി ജോസഫ്, DTPC സെക്രട്ടറി ജിതേഷ് ജോസ്, സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രതിനിധി സേവിയർ CC, കിൻഫ്ര ഓഫീസർമാരായ അനിൽകുമാർ B, ഹാരിസ് E, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ പ്രശാന്ത് B, സൈറ്റ് എഞ്ചിനീയർ സുബിൻ PS തുടങ്ങിയവർ പങ്കെടുത്തു.